ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സംഭാഷണമാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കാണാതായ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്ന മയിലിനെ വഴിയിൽ വെച്ച് ഒരു തത്ത കണ്ടുമുട്ടുന്നു. ആ സമയം അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം തയ്യാറാക്കുക എന്നതാണ്. നമുക്ക് സംഭാഷണത്തിലേക്ക് പോകാം. തത്തമ്മേ, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി ഇറങ്ങിയതാണ്. നീ എവിടുന്നാണ് തീറ്റ ശേഖരിക്കാറുള്ളത്? ഞാൻ പുഞ്ചക്കാടിൻ്റെ അടുത്ത് നിന്നാണ് തീറ്റ ശേഖരിക്കുന്നത്. ഒരുപാട് കിളികൾ അവിടെ വരാറുണ്ട്. ആണോ? നിന്റെ മുഖത്ത് എന്താണൊരു വിഷമം? എൻ്റെ കുഞ്ഞിനെ ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങിയതാണ്. കാണുന്നില്ലെന്നോ? അയ്യോ, ഇനി എന്തു ചെയ്യും? നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഇന്ന് രാവിലെ എൻ്റെ കുഞ്ഞിൻ്റെ സുഹൃത്തായ അരിപ്രാവ് വന്നായിരുന്നു. അവർ എന്തോ അടക്കം പറയുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിക്കാനും പോയില്ല. നീ പേടിക്കേണ്ട, അവർ സുഹൃത്തുക്കളാണല്ലോ. ഈ കാലത്ത് സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ? എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീയും എൻ്റെ കൂടെ വരൂ. നമുക്ക് പുഞ്ചക്കാടിൻ്റെ അടുത്തും കൂടി അന്വേഷിക്കാം. ശരി, ഞാൻ വരാം. കിളികളൊക്കെ വരാറുള്ള സ്ഥലമാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞത്. ശരി, നമുക്ക് പോകാം. ഇതാണ് പുഞ്ചക്കാട്. നീ അങ്ങോട്ട് നന്നായി നോക്കിക്കേ. നിന്റെ കുഞ്ഞ് ഈ കൂട്ടത്തിൽ ഉണ്ടോ? അതാ എൻ്റെ കുട്ടിയും അരിപ്രാവും രണ്ടുപേരും ഇവിടെയുണ്ട്. നിനക്ക് സമാധാനമായില്ലേ? വളരെ നന്ദിയുണ്ട്. നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് വിഷമിക്കുമായിരുന്നു. നീ പുഞ്ചക്കാടിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവിടെയുള്ള എല്ലാ കിളികൾക്കും ഈ സ്ഥലം അറിയാമല്ലോ. ഇല്ല, ഞാൻ ഈ നാട്ടിൽ പുതിയതാണ്. അതാണ് കാര്യം. സാരമില്ല, നീ എന്നെ കണ്ടത് നന്നായി. അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. നീ നല്ല മനസ്സിനുടമയാണ്. അതുകൊണ്ടാണല്ലോ നീ എന്നെ സഹായിച്ചത്. വളരെ നന്ദിയുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവരെ സഹായിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണല്ലോ. വളരെ നന്ദിയുണ്ട്. ഏതായാലും അവൻ വീട്ടിലേക്ക് വരട്ടെ. പറയാതെ പോയതിന് നല്ല ശിക്ഷ കൊടുക്കണം. നീ ശിക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. എവിടെ പോയാലും പറഞ്ഞിട്ട് പോകണം എന്ന് ഉപദേശിച്ചു കൊടുക്ക്. അത് ജീവിതത്തിൽ ഗുണം ചെയ്യും. നീ എൻ്റെയും കണ്ണു തുറപ്പിച്ചു. ശരി സുഹൃത്തെ, എല്ലാറ്റിനും നിനക്ക് നന്ദിയുണ്ട്. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. സഹജീവികളെ സഹായിക്കുക എന്നത് നമ്മുടെ കടമയല്ലേ? ശരി, എന്നാൽ ഞാൻ തീറ്റ ശേഖരിക്കട്ടെ. നമുക്ക് പിന്നെ കാണാം. ശരി സുഹൃത്തെ. മയിലും തത്തയുമായുള്ള ഈ സംഭാഷണം ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ അറിവ് പകരുന്ന വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.